ഇനിയും പരുക്കേറ്റയാളെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് കുറച്ച് സമയമെടുക്കും, കാരണം അത് കുറച്ച് ദൂരെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ നിൽക്കുന്ന ഇടത്തു നിന്ന് കുറച്ച് മാറി കാട്ടിനകത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രാധ മരിച്ച സ്ഥലത്തിന് തൊട്ട് ചേർന്നൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ആ മേഖലയിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളതിന്റെ സ്ഥിരീകരണം കൂടിയാണ്. RRT അംഗത്തെയാണ് കടുവ ആക്രമിച്ചത്. ജയസൂര്യയ്ക്കാണ് പരുക്കേറ്റത്. ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. അല്പസമയം എടുക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തേക്ക് എത്താൻ എന്നതാണ്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അതിനെ കടുവേനെ പിടിക്കാനായിട്ടുള്ള സെർച്ചിന്റെ ഇടയ്ക്കല്ലേ ഈ ആക്രമണം ഉണ്ടായത്. അതാണ് സംഭവിച്ചതാണ്. കടുവേനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ പെട്ടെന്ന് ചാടി വീണി ആക്രമിച്ചു. കടുവ തന്നെയാണ് ആക്രമിച്ചത്. കടുവ തന്നെയാണ് ആക്രമിച്ചതെന്ന് മന്ത്രി OR കേളു 24-ലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നാട്ടുകാർ അത് പറഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കുന്നു. മന്ത്രി OR കേളു പറയുകയാണ്, കടുവയുടെ ആക്രമണത്തിലാണ് RRT സംഘാംഗത്തിന് പരുക്കേറ്റത് എന്ന്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണെന്ന് അറിയില്ല, കൂടെയുള്ളത് എത്ര പേരാണ് എന്നറിയില്ല, എങ്ങനെയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ ഒട്ടേറെ ദൗത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ RRT സംഘത്തിന് ദൗത്യത്തിനിടെ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു സംഭവം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇതിനു മുൻപല്ലേ? നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായ സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഹുസൈൻ എന്ന ചെറുപ്പക്കാരനെ മറക്കാൻ കഴിയില്ല. വയനാട്ടിലെ ബത്തേരി RRT അംഗമായിരുന്നു ഹുസൈൻ പാലപ്പള്ളിയിലെ ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അത്രയും ജീവൻ പണയം വെച്ചാണ് ഈ RRT അംഗങ്ങൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾ, വനംവകുപ്പിന്റെ അംഗങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം അവരുടെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് ഈ ദൗത്യത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയുടെയും ഡോക്ടർ അജേഷ് മോഹൻദാസ് ടീം അത്തരത്തിൽ തന്നെ ഉള്ള ഒരു സംഘം തന്നെയാണ്. അവർ നിരവധി ദൗത്യങ്ങൾ ഭാഗവാക്കാണ്. എത്രയോ തമിഴ്നാട്ടിലടക്കം മയക്കുവെടി വെക്കുന്ന ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെട്ട സംഘമാണ് ഇത്. ആ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളാകാം ഇത് എന്നുള്ളത് കരുതുന്നു. മാനന്തവാടി RRT ഗ്രൂപ്പിലെ ജയസൂര്യ എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിനിടെ പരിക്കേറ്റതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കടുവയാക്രമണം എന്നുള്ള തരത്തിൽ സ്ഥിരീകരണം മന്ത്രി OR കേളുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തിലാണ് RRT സംഘാംഗത്തിന് പരുക്കേറ്റത് എന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്നതിൽ ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടില്ല. അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെന്നുള്ളതാണ്. കൂടെ എത്ര പേരുണ്ട് എന്നൊക്കെയുള്ളതിൽ ഇനിയും സ്ഥിരീകരണമാകേണ്ടതുണ്ട്. കൂടുതൽ RRT സംഘങ്ങൾ വനത്തിനുള്ളിലേക്ക് പോകുന്നു എന്ന വിശദാംശവും ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ആ കടുവ ആ പ്രദേശത്ത് തന്നെ ഉണ്ട്, അവിടെ തുടരുകയാണ് കടുവ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദൗത്യത്തിനിടെയാണ് RRT സംഘത്തിന് പരുക്കേറ്റത്. സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ അവിടെ നടക്കുന്നത്. സംഘത്തിൽ ഒട്ടേറെ ആളുകളുണ്ട്. വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ സംഘം ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, നേരത്തെ മന്ത്രി 24-ലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നുള്ളതിൽ തന്നെയാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യം. അത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ തെരച്ചിൽ തുടരുകയും ചെയ്യുകയാണല്ലോ. അനുജ, ഏതാണ്ട് ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കാട്ടിൽ നിന്ന് ഈ പരിക്കേറ്റ RRT വനപാലകനെ പുറത്തെത്തിച്ചാൽ, അതായത് പഞ്ചാരക്കൊല്ലിയിലെ വാഹനത്തിലേക്ക് എത്തിച്ചാൽ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഉടൻ തന്നെ അദ്ദേഹത്തെ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. നേരത്തെ അല്പസമയം മുൻപാണ് മന്ത്രി OR കേളു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അദ്ദേഹം ആ ഘട്ടത്തിൽ 24-നോട് പറഞ്ഞൊരു കാര്യം, ആക്രമിച്ചത് കടുവ തന്നെയാണ്, ഈ RRT സംഘ ആൾക്ക് പരിക്കുപറ്റിയത് കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. രാവിലെ നമുക്കറിയാം ഈ തെരച്ചിൽ ആരംഭിച്ചത്, ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് RRT 20-അംഗ RRTയും ഒപ്പം തന്നെ 8 പേരടങ്ങുന്ന 8 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പഞ്ചാരക്കൊല്ലിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഈ തെരച്ചിലിനിടയിലാണ് ഈ ഒരു കടുവയുടെ ആക്രമണം വീണ്ടും ഈ RRT സംഘത്തിലെ ആൾക്കുനേരെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് പരിക്കുപറ്റിയത്, അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നിലവിൽ അദ്ദേഹവുമായുള്ള വാഹനം ഇവിടേക്ക് എത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഈ വനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു കാലതാമസമാകാം നിലവിലുണ്ടാകുന്നത്. വനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചാൽ ഏതാണ്ട് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ഇവിടേക്ക് 5-6 കിലോമീറ്ററുകൾ മാത്രമാണുള്ളത്.
എന്നുള്ളത്. അതായത് 15-20 മിനിറ്റുകൾ കൊണ്ട് അവിടെ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മിനിറ്റുകളിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മന്ത്രി OR കേളു എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള സംഘത്തിലുള്ള ആളുകൾ തന്നെയാണ് നേരിട്ട് കണ്ട അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ തന്നെയാണ് പറയേണ്ടത്. അവരിൽ നിന്നുള്ള പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. കാരണം അവർ ഇപ്പോഴുള്ളത് ഉൾക്കാട്ടിലാണ്. അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കണം. മറ്റൊന്ന് പരുക്കേറ്റ ജയസൂര്യ എന്ന സംഘാംഗത്തെ ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വിധേയനാക്കുക എന്നുള്ളതാണ്. അതും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. മന്ത്രി OR കേളു 24-ലൂടെയാണ് RRT അംഗത്തെ ആക്രമിച്ചത്. കടുവയാണ്, ദൗത്യത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ആ മേഖലയിൽ തന്നെ കടുവയുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് വനം വകുപ്പ്? എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വനംവകുപ്പിന്റെ വാഹനം ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു എത്തിയിട്ടില്ല, കാത്തിരിക്കുകയാണ്. വനമാണ്, അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു ഇടുങ്ങിയ ഒറ്റവരി പാത മാത്രമാണ് ഉള്ളത്. ഈ വഴിയിലൂടെയാണ് അച്ചപ്പൻ ഭാര്യ രാധയെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് ആ തോട്ടത്തിലേക്ക് എത്തുകയും കടുവാക്രമണം ഉണ്ടാവുകയും ചെയ്തത്. ആ മേഖലയിൽ തന്നെ ആ പരിസരം വിട്ട് കടുവ പോയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരം നേരത്തെ വ്യക്തമായതുമാണ്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ 10 അംഗ സംഘമായി തിരിഞ്ഞാണ് RRT സംഘം പരിശോധന നടത്തിയത്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് RRT പരിശോധന നടത്തിയത്. ഇന്ന് അങ്ങനെ പരിശോധന പുരോഗമിക്കുന്ന ഘട്ടമായിരുന്നു. അതായത് കടുവയെ ഡ്രോൺ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സ്പോട്ട് ചെയ്തു എന്നുള്ള വിവരം രാവിലെ തന്നെ വ്യക്തമായതുമാണ്. ഇതേ തുടർന്ന് ഈ ഡോക്ടർ അരുൺ സക്കറിയ ഇവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജോലിയെല്ലാം വിഭജിച്ച് നൽകുകയും ചെയ്തു. പൊടുന്നനെയാണ് അല്പസമയം മുമ്പ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും വേഗത്തിലെത്തി വാഹനം എടുക്കാൻ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പൊടുന്നനെ മാറി പോവുകയും ചെയ്തു. നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു വിവരം വ്യക്തമായത്. ഒരു RRT അംഗത്തിന് പരിക്കേറ്റു എന്നുള്ള വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പിന്നീട് അത് കടുവ ആക്രമണമാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഈ ഉണ്ടായിട്ടുള്ളത് മന്ത്രി OR കേളുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് കടുവാക്രമണം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ താഴെയുള്ളവർക്കൊന്നും ഒരു തരത്തിലുള്ള വിവരവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ആ മേഖലയിൽ നാട്ടുകാരില്ല, അത് ജനവാസ മേഖലയല്ല, പൂർണ്ണമായും വനമാണ്. വനത്തിനകത്തായ കാരണം സ്വാഭാവികമായും വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. റേഞ്ച് ഓഫീസർ താഴെ ബേസ് ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം RRTയുടെ വാഹനത്തിൽ അവിടേക്ക് പോയിട്ടുണ്ട്. ഒരൊറ്റയടി പാതയാണിത്. ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിന് ഉള്ളിലായാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ വഴി കൂടാതെ മറ്റൊരു വഴി കൂടിയുണ്ട്. ആ വഴിയിലൂടെ ചിലപ്പോൾ ഒരുപക്ഷെ പരിക്കേറ്റയാളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരിക്കേറ്റയാളെ ഇവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു അവസ്ഥ തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെയൊരു മിഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും ഈ സ്ഥലം എങ്ങനെയാണ്, ഇതിൻ്റെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഈ എത്ര ദൂരമുണ്ട് ഈ വനം? ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്ററിൻ്റെ ചുറ്റളവുണ്ട് മൊത്തത്തിൽ. നമ്മുടെ റോഡ് വൈസ് ആണെങ്കിൽ പരിക്ക് ഇല്ല, പരിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. എന്തോ കടുവ മാന്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എത്ര ഡേഞ്ചറാണോ ഗുരുതരാണോ എന്ന് അറിയില്ല. അങ്ങനെ ഡേഞ്ചർ ആണെങ്കിൽ ഈ സമയം കൊണ്ട് കടന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട സമയമായില്ലേ. നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതാണ്, മറ്റേത് ചാലുമല്ല ആ റോഡ്. അതിലെ പോലെ സാധ്യമല്ല. ഇത് മെയിൻ റോഡ് പോലൊരു റോഡല്ല, ഒരു ഒറ്റ വഴിയാണ്. അത് തന്നെയാണ് ഈ പരിക്കേറ്റയാളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാവകാശം എടുക്കുന്നതും. ഇനി ഉൾവനത്തിലാണോ ഇത് സംഭവം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ ദൂരത്തിന് അപ്പുറത്തേക്ക് ഉൾവനത്തിൽ ആണോ സംഭവം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുമുണ്ട്. എന്തായാലും പരിക്കേറ്റയാളെ വേഗത്തിൽ തന്നെ എത്തിക്കാനുള്ള ഇടപെടൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജീവമായി തന്നെ നടത്തുന്നുമുണ്ട്. നേരത്തെയും ഇത്തരം മിഷൻ വലിയ ദുഷ്കരമായ ദൗത്യം തന്നെയാണ്. ഡോക്ടർ അരുൺ സക്കറിയയുടെ ടീം പലയിടങ്ങളിലേക്കും പോകുന്നതാണ്. ആനയായാലും കടുവയായാലും പുലിയായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ RRT അംഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. എത്രയും വേഗത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിക്കേണ്ടത്. ആ ദൗത്യം വേഗത്തിൽ തന്നെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ആ ഒരു ടീം അവിടേക്ക് പോയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് അവിടേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു സംഘം അവിടേക്ക് പോയിട്ടുണ്ട്. അനുജ, ഇതിപ്പോൾ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഇന്നിപ്പോൾ കടുവയെ സ്പോട്ട് ചെയ്തിരുന്നല്ലോ. ആ മേഖലയിൽ തന്നെയാണോ ഇതും സംഭവിച്ചിട്ടുള്ളത്? അതിന്റെ വ്യക്തത നമുക്കുണ്ടോ സുർജിത്ത്?
ഈ കാര്യത്തിൽ ഇപ്പോൾ ഡ്രോൺ പരിശോധന ഇന്ന് രാവിലെ മുതൽ തന്നെ അനുജ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ പരിശോധനയിൽ ഈ കടുവയെ സ്പോട്ട് ചെയ്തെന്നുള്ള വിവരം നമുക്ക് ലഭ്യമായതുമാണ്. ആ സ്പോട്ട് ചെയ്ത കടുവയെ അതിനുശേഷമാണ് അതിനെ തേടിയാണ് RRT സംഘങ്ങളായി തിരിഞ്ഞ് ആ മേഖല വളയുന്ന നിലയിലേക്ക് എത്തിയത്. അത് ഒരു സംഘത്തിലെ ഒരാൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് കടുവ ആക്രമണം എന്നുള്ള സ്ഥിരീകരണം മന്ത്രി തന്നെ നടത്തുകയാണ്. എന്തായാലും ആ പരിക്കേറ്റയാൾക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം, ആ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വാഹനങ്ങൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അത് ഒരു വാഹനം മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ എന്നുള്ള ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം അവിടെ നിന്ന് ഒറ്റ വരി മാത്രമേ ഉള്ളൂ. അതായത് ഒരു വാഹനം മറുഭാഗത്തു നിന്ന് വന്നാൽ അത് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. അതാണ് പ്രശ്നം, പ്രതിസന്ധി. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യത്തിൽ പരിക്കേറ്റ ആളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ തടസ്സമാവുന്ന മനസ്സിലാക്കുന്നത്. എന്തായാലും വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എല്ലാം സജ്ജമാണ്. ചികിത്സ നൽകാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജമായി തന്നെ നിലനിൽക്കുന്നു. വേഗത്തിൽ തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ പങ്കുവെക്കുന്നു. മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ എത്തിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള തരത്തിലുള്ള പദ്ധതി തന്നെയാണ് വനം വകുപ്പ് നടപ്പാക്കുന്നത്. പോലീസ് സംഘം ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വനത്തിനകത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഈ അപകടമുണ്ടായ സ്ഥലത്തിൻ്റെ മറുഭാഗമാണ് ഈ പ്രദേശം. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. വളരെ അപകടം പിടിച്ച ഒരു രക്ഷാദൗത്യം തന്നെയാണ്. പ്രത്യേകിച്ച് കടുവയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ രക്ഷാദൗത്യം വളരെ അപകടകരമായ രക്ഷാദൗത്യം തന്നെയാണ്. എന്തായാലും ആ വിവരങ്ങൾ വ്യക്തമാവുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട്.